ഇന്ത്യയിൽ നിന്നുള്ള കോൺസുലാർ വിസ സേവനങ്ങൾ നിർത്തിവെച്ച് ബംഗ്ലാദേശ്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെയാണ് തീരുമാനം. വിഷയം ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിച്ചത് ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ധാക്കയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിസ സേവനങ്ങൾ ബംഗ്ലാദേശ് നിർത്തിവെച്ചത്? അശ്വതി, കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ 25ഓളം പേർ തടിച്ചുകൂടി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ഒരു പ്രകടനമെന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വളരെയധികം ഊതി വീർപ്പിച്ച് ഒരു പ്രശ്നവൽക്കരിച്ചായിരുന്നു ഇതിനെ അവതരിപ്പിച്ചത് ബംഗ്ലാദേശിൽ. എന്നാൽ ഇന്ത്യ ഇന്നലെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു സംഭവം ഒന്നും നടന്നിട്ടില്ല. കേവലം 25 പേർ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടത്തിയത്. അല്ലാതെ ഈ ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന് നേരെയോ ഉദ്യോഗസ്ഥർക്ക് നേരെയോ യാതൊരുവിധ ആക്രമണങ്ങളും സംഭവങ്ങളും നടന്നിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇന്ത്യയിലുള്ള ഈ കോൺസുലേറ്റ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഒരു അറിയിപ്പ് ബംഗ്ലാദേശ് പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച ഒരു നോട്ടീസ് ഡൽഹിയിലുള്ള ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പതിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഈ വിവരം എല്ലാവരും അറിയുന്നത്. അതിനുശേഷം ത്രിപുരയിലുള്ള അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെ ഓഫീസും അടയ്ക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഈ വെസ്റ്റ് ബംഗാളിൽ ഈ ബംഗ്ലാദേശിലേക്ക് വിസ സേവനങ്ങൾ നൽകുന്ന ഒരു സ്വകാര്യ ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിരുന്നു. ആ ഒരു സ്വകാര്യ ഏജൻസിയുടെ പ്രവർത്തനവും ബംഗ്ലാദേശ് നിർത്തിവെക്കുകയുണ്ടായി. ഇത് ഇന്ത്യയുടെ ഒരു വാക്കുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന, അതിനെ വകവയ്ക്കാത്ത ഒരു നടപടിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയത് ഈ ദീപു ചന്ദ്രദാസിനെതിരെയുള്ള ഈ ആക്രമണത്തെ മാത്രം വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നൊരു നെറേറ്റീവ് നൽകാനാകില്ല. എല്ലാ രാജ്യങ്ങളും അവരുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നൊരു പരോക്ഷ വിമർശനം ഇന്ത്യക്ക് നൽകുന്ന തരത്തിലായിരുന്നു ബംഗ്ലാദേശിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ നയങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും കൊണ്ടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. അവരുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ മറ്റ് നടപടികളൊന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ വരുന്നില്ല. കൊല്ലപ്പെട്ട പ്രമുഖ നേതാവായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ ഈ കൊലപാതകിയെ സംബന്ധിച്ച് സൂചന നൽകുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. 2 വ്യക്തികളെ ഇത് സംബന്ധിച്ച് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരാളുടെ പേര് ഫൈസൽ കരീം മസൂദാണെന്ന് വരെ ഐഡന്റിഫൈ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവരെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും അവർ സ്വീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, അവിടെ സംഘർഷം ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവർ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 12 തന്നെ നൽകുമെന്ന് ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി മുൻപ് പാകിസ്ഥാൻ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് എല്ലാം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത്. അതുതന്നെയാണ് നിലവിൽ ബംഗ്ലാദേശും സ്വീകരിച്ചു വരുന്നത്. ശരി അജയ്, ഒന്ന് തുടരണം.